ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നതിനായി ലഭ്യമായ വിഭവങ്ങൾ കണക്കിലെടുത്ത് വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വിവിധ ഗ്രാമസഭകളിൽ നിന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നിന്നും ഉൾപ്പെടെ ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങൾ ക്രോഡീകരിച്ച് കാർഷികം, ആരോഗ്യം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യനീതി തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന കരട് പദ്ധതി രേഖ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. തുടർന്ന് ഇതിൽ ചർച്ച നടന്നു. ഇതിനുശേഷമാണ് അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നത്. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ വികസന സെമിനാറിൽ പങ്കെടുത്തു. സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമയക്കുറവ് മൂലം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിക്സൺ ജോർജ് കരട് പദ്ധതിയുടെ അവതരണം നടത്തി. പട്ടികവർഗ ഉപപദ്ധതിക്ക് നമ്മൾ കണക്കാക്കുന്നത് 28,90,000 രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ധനകർഷക കമ്മീഷന്റെ ഗ്രാന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2,54,62,826 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അൺപെയ്ഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ പി തോമസ് അധ്യക്ഷനായിരുന്നു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. വികസന സെമിനാറിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു.